ഹലോ മങ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്താൽ കുക്ക് കോയിനിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് സെറ്റ് ആക്കുക എന്നുള്ളൊരു കോയിൻസിന് എന്നുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുക്ക് കോയിൻ നമ്മുടെ ഓൾറെഡി ഇന്ത്യയിൽ FIU റെഗുലേറ്റഡ് ആയ ഒരു എക്സ്ചേഞ്ച് ആണ്, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആസ് യൂഷ്വൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. ഇതൊരു എക്സ്ചേഞ്ച് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു കുറച്ചുകൂടി സമയം എടുത്ത് പഠിക്കേണ്ടി വരും. നമ്മളെന്തായാലും പതുക്കെ പതുക്കെ നമ്മൾ യൂട്യൂബിൽ ക്രിപ്റ്റോയുടെ ജേണി തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ എക്സ്ചേഞ്ചുള്ള ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് പഠിച്ചാൽ തന്നെ എല്ലാ എക്സ്ചേഞ്ചിനും നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്ചേഞ്ച് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം അത് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഒന്ന് ഇമെയിൽ വെച്ച് സൈൻ ചെയ്യുക, രണ്ടാമത് ടെലഗ്രാം വെച്ചാണ് സൈൻ ചെയ്യുന്നത്. ഞാൻ ആരുടെ അടുത്തും ടെലഗ്രാം വെച്ച് സൈൻ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യില്ല. കാരണം ടെലഗ്രാം അക്കൗണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വഴി എന്ത് ചെയ്യാം, ടെലഗ്രാം അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ഫണ്ട് ഇട്ടുന്നില്ല, ചിലപ്പോൾ അക്കൗണ്ട് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ടെലഗ്രാം വെച്ച് മാക്സിമം എല്ലാവരും ചെയ്യാതിരിക്കാൻ നോക്കുക. അതിന് പകരം ഒന്നെങ്കിൽ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഫോണോ വെച്ച് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഇമെയിൽ ഐഡി അടിച്ചു കൊടുത്തിട്ട് അക്കൗണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി പ്രോസസ്സാണ്. നമ്മുടെ ഇമെയിൽ ഐഡി അടിച്ചു കൊടുക്കുന്നു, ഇമെയിൽ ഐഡിക്ക് ഒരു കോഡ് വരുന്നു, ആ കോഡ് അടിച്ചതിന് ശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഐഡൻറ്റി വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഐഡൻറ്റി വെരിഫിക്കേഷൻ എന്താണ്, നമ്മുടെ KYC. അപ്പോൾ ഗെറ്റ് വെരിഫൈഡ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെരിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ നമ്മൾ റീജിയൻ എടുത്ത ശേഷം ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവർ ലൈസൻസ്, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 18 വയസ്സ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു KYC കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും KYC കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റൊരാളുടെ 18 വയസ്സായ ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് എടുപ്പിച്ചിട്ട് നിങ്ങൾ ഇതുവരെ ടെലഗ്രാമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകളുടെ റിവാർഡ് നിങ്ങൾക്ക് കുക്ക് കോയിനിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ആ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാം. നിങ്ങൾ സ്വയമായിട്ട് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം പിന്നെ നമുക്ക് ഭൂരിഭാഗം പിക്സൽ ടാപ്പിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്സൽ ടാപ്പ് ഗെയിമിൽ ചോദിച്ചിട്ടുണ്ട് കുക്ക് കോയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, അവൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏറ്റവും താഴെ അസറ്റ് എന്ന് പറഞ്ഞ ടാപ്പ് ഉണ്ടോ, ഈ അസറ്റ് എന്ന് പറഞ്ഞ ടാപ്പിൽ വരിക. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് കോയിനെ സെലക്ട് ചെയ്യുന്നത്, USDT. അവിടെ ചോദിച്ചിരിക്കുന്നത് എതീറിയം ERC20 USDT ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ USDT സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ വെരിഫൈ അക്കൗണ്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ആയുള്ള അക്കൗണ്ടിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇത്രയുള്ള എക്സാമ്പിൾ, അതായത് നിങ്ങൾ ഡെപ്പോസിറ്റ് ക്രിപ്റ്റ് നോക്കുന്നു, USDT സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഏത് ചെയിൻ സെലക്ട് ചെയ്യണം, പിന്നെ കാണിക്കുന്ന വിൻഡോയിൽ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്ന വിൻഡോയിൽ നിങ്ങൾ ERC20 എന്ന ചെയിൻ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ID കോപ്പി ചെയ്യുന്നു, കൃത്യമായിട്ട് ആ അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. ആ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഇപ്പോൾ ഏത് ഗെയിമിനായാലും പിക്സൽ ടാപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിക്സൽ ടാപ്പിൽ വരിക, അതിൻ്റെ ഏറ്റവും മേലെ കാണുന്ന പിക്സൽ ടാപ്പ് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം, എവിടെയാണ് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പിക്സൽ ടാപ്പ് ഗെയിം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്താണ്, വാലറ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ കാണാം. ആ വാലറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഞാൻ കൊടുത്തിരുന്നത് ബിനാൻസ് ആണ്. അപ്പോൾ ഇവിടെ കുക്ക് കോയിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ കുക്ക് കോയിൻ എടുക്കുക. എന്നിട്ട് ഈ ERC20 ആണ് ചോദിച്ചത് നോക്കുക. ഞാൻ ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് ഐ ഹാവ് ഇറ്റ് കൊടുക്കുന്നു. കറക്റ്റ് വന്നിട്ട് USDT ERC20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ പോയിട്ട് ERC20 അഡ്രസ്സ് തന്നെയാണ് എടുക്കേണ്ടത്. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ അടിക്കുന്നു, ERC20 എടുക്കുന്നു, ആദ്യം USDT എടുക്കുന്നു, ERC20 എടുക്കുന്നു, ആ അഡ്രസ്സ് ഈ പിക്സൽ ടാപ്പിൽ വരുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, മേഡിറ്റ്. ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് കഴിഞ്ഞു, നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം പിക്സൽ ടാപ്പിൽ. കാരണം എയർ ഡ്രോപ്പ് ഒക്കെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ ചെറിയ വീഡിയോ ആണ്. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, താങ്ക് യു.